നമുക്കറിയാം വീരനാട്യം എന്ന് പറയുന്ന ഒരു നാടകം അടുത്തിടെ മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിലാണ് ഈ നാടകത്തിന് 1ാം സ്ഥാനം ലഭിക്കുന്നത്. പക്ഷേ ഈ നാടകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് മഹാഭാരതത്തെയും രാമായണത്തെയും ഒക്കെ അധിക്ഷേപിക്കുന്നതും മഹാഭാരതം എന്നൊക്കെ പറയുന്നത് സ്ത്രീവിരുദ്ധമാണെന്ന് ചിത്രീകരിക്കുന്ന ഉള്ളടക്കമാണ് ഈ വീരനാട്യം എന്ന നാടകത്തിനുണ്ടായിരുന്നത്. ജനം TV ഈ വാർത്ത മുന്നോട്ട് വയ്ക്കുകയും തുടർന്ന് ഹിന്ദു ഐക്യവേദി വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഈ നാടകം കളിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അതിനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ സ്കൂൾ മാനേജ്മെന്റിനെ സമീപിക്കുകയും ഒടുവിൽ ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറയാനും ഈ നാടകം വീരനാട്യം എന്ന നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വിടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സ്കൂൾ മാനേജ്മെന്റ് എത്തുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ജനം TV നൽകിയ ഒരു വാർത്തയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നതുകൂടി ഈ ഘട്ടത്തിൽ പ്രേക്ഷകർ ഓർക്കേണ്ടതുണ്ട്. കോഴിക്കോട് നിന്നും രമ്യാദാസ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. രമ്യ, നമ്മളാണ് ഈ വിഷയം ആദ്യം ഏറ്റെടുക്കുന്നത്. ഈ മഹാഭാരതത്തെയും രാമായണത്തെയും അധിക്ഷേപിക്കുന്ന നാടകം നമ്മുടെ പുതിയ സമൂഹത്തെ എത്രത്തോളം വഴിതെറ്റിക്കുമെന്നത് സംബന്ധിച്ചുള്ള സന്ദേശം നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെച്ചു. എന്തായാലും ഈ നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് എത്തില്ല എന്ന വളരെ ആശ്വാസകരവും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസവും നൽകുന്ന വാർത്ത പുറത്തേക്ക് വരികയാണ്. കൂടുതൽ വിശദാംശങ്ങൾ പറയൂ രമ്യ. തീർച്ചയായും ഗൗതം, ഈ മലപ്പുറം റവന്യൂ കലോത്സവത്തിൽ അരങ്ങേറിയ, അതായത് 1ാം സ്ഥാനം ലഭിച്ച നാടകമായിരുന്നു ഈ വീരനാട്യം. ഇതായിരുന്നു ഇത്തരത്തിൽ ഹിന്ദു പുരാണ ഇതിഹാസങ്ങളായ മഹാഭാരതത്തെയും അതുപോലെ തന്നെ രാമായണത്തെയും എല്ലാം സ്ത്രീവിരുദ്ധമാണെന്നും അവഹേളിച്ചുകൊണ്ടുള്ളൊരു നാടകമായിരുന്നു ഇത് 1ാം സമ്മാനം ലഭിക്കുക മാത്രമല്ല, തുടർന്ന് ഇത് സംസ്ഥാന കലോത്സവത്തിലേക്ക് പങ്കെടുക്കാനുള്ളൊരു തീരുമാനത്തിൽ കൂടിയായിരുന്നു ഈ സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ അധികൃതരും. എന്നാൽ ഈ ഒരു നടപടിയാണ് നിലവിൽ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെയും എല്ലാം ഇടപെടൽ തുടർന്ന് നിർത്തിവച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഈ നാടകം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് എത്തിയിട്ടുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ നാടകം അവിടെ അവതരിപ്പിച്ചപ്പോൾ തന്നെ മലപ്പുറം റവന്യൂ കലോത്സവത്തിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇരയാക്കിയിരുന്നു. ഇത് ജൻ TV ആയിരുന്നു വാർത്തയായി നൽകിയിരുന്നത്. നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ നൽകിയിരുന്നു. ഇത് ഹിന്ദു സമൂഹത്തെയും അതുപോലെ തന്നെ ഹിന്ദുക്കളെ മുഴുവനെ തന്നെ വ്രണപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഈ നാടകത്തിന്റെ ഇതിവൃത്തവും അതുപോലെ തന്നെ ഇത് അരങ്ങേറിയതും. അതായത് കൊച്ചുകുട്ടികളെ കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ പുരാണ ഇതിഹാസങ്ങളെല്ലാം അവഹേളിച്ചും അതുപോലെ തന്നെ ഈ കഥാപാത്രങ്ങളെല്ലാം സ്ത്രീവിരുദ്ധമാണെന്നും ഈ സ്ത്രീവിരുദ്ധതയാണ് ഈ മഹാഭാരതത്തിലും രാമായണത്തിലും എല്ലാം ഉള്ളത് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ അവഹേളിക്കുന്ന രീതിയിൽ ഹിന്ദു സമൂഹത്തെ തന്നെ അവഹേളിക്കുകയും വളപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇത്തരത്തിൽ ഈ നാടകം അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വലിയ തോതിലുള്ളൊരു പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ജനം TV വാർത്ത നൽകിയിരുന്നു. ഈ വാർത്തയെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ജനം TV വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ ഈ നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കളിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സ്കൂൾ മാനേജ്മെന്റ് എത്തിയിരിക്കുന്നത്. രമ്യ ദാസാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.